Good afternoon, sir. Yes, good afternoon, Surmi. Good afternoon, sir. Yes, Surya, good afternoon. Good afternoon, sir. Yes, Rasmina, good afternoon. Yes, Jofi, Johnfi, good afternoon. Yes, prayer undo. Sir, ഞാൻ Yes. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനെ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർതൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Thank you, sir. Okay, Rasmina, depth of voice, sir. Keep it. Thank you, sir. Yes, any thought of the day?
യെസ്. ഇപ്പൊ മറ്റു പരിപാടികളില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലോട്ട് കിടക്കട്ടെ. സൈൻ ഉണ്ട് സാർ. ആരാണ്? സൈനുണ്ട്. സുറുമിയാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. Here we go round the mulberry bush, the mulberry bush, the mulberry bush. Here we go round the mulberry bush, so early in the morning. This is the way we brush your teeth, brush your teeth, brush your teeth. This is the way we brush your teeth, so early in the morning. This is the way we wash your face, wash your face, wash your face. This is the way we wash your face, early in the morning. This is the way we comb our hair, comb our hair, comb our hair. This is the way we comb our hair, early in the morning. This is the way we dress for school, dress for school, dress for school. This is the way we dress for school, early in the morning. This is the way we march to school, march to school, march to school. This is the way we march to school, early in the morning. Thank you, sir. Oh, very good, Surumi. Very good, very good. Yes. Surumi action, adum very good, very good. Yes. Okay, very good. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം അല്ലേ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റ് 9 കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടീഷണൽ സെന്റൻസ് എന്താണ് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ 2-3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിലൊന്ന് എന്താണ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു. ആ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂചിപ്പിച്ചു ഓരോ 12 ടെൻസിന്റെ ഫോമുണ്ട് ഇംഗ്ലീഷിൽ. ആ 12 ടെൻസിന്റെ ഫോമിലാണ് ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കണ്ടീഷണൽ സെന്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് 12 ടെൻസിന്റെ ഫോമില് 2-3 എണ്ണം നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയതിൽ നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. 2 ടെൻസ് ഫോമിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഓക്കെ രാസ്മിയ, സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്. ഓക്കെ സുറുമി, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിന്റെ അകത്ത് മൂന്നാമത്തത് എഴുതുക. മൂന്നാമത്തത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റിന്റെ മൂന്നാമത്തത് അതിതാണ് സിമ്പിൾ ഫ്യൂച്ചർ. SIMPLE സിമ്പിൾ ഫ്യൂച്ചർ, FUTUR ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഗതിയെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. യെസ്, സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. അത് കോമൺ ആണ്, സബ്ജക്റ്റ് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല്. ഈ ഒരു വാക്കിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുക, വില്ല് ഓർ ഷാല്. ഇപ്പൊ ഷാല് സാധാരണഗതിയിൽ ഐയുടെ കൂടെ ഷാല് വരും, വിയുടെ കൂടെ ഷാല് വരും. ഷാലിന് വേറെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഓർത്തിരിക്കുക, ഐയുടെ കൂടെ ഐ ഷാൽ ആൻഡ് വി ഷാൽ. യെസ്, ബാക്കിയുള്ളതിന്റെ കൂടെ വലിയ അർത്ഥം. വില്ലോർ ഷാല്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. അതിനെയാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞു, വില്ല് അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിന്റെ അർത്ഥം കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് ആണ്, പക്ഷെ ഫ്യൂച്ചർ അർത്ഥമാണ് കിട്ടുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കിട്ടാൻ കാരണം തൊട്ട് മുന്നിട്ട് വില്ലോ ഷാലോ വന്നു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലോട്ട് പോകും. എക്സാമ്പിൾ പറയാം. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, വിൽ ഗോ എന്ന് പറഞ്ഞാൽ പോകും. ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുക, വിൽ ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നും. ജമ്പ് ചാടുക, വിൽ ജമ്പ് എന്ന് പറഞ്ഞാലോ ചാടും. വാക്ക് നടക്കുക, വിൽ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. കണ്ടോ? അപ്പൊ വില്ലോ ഷാലോ ആദ്യം വന്നു കഴിഞ്ഞാല് അത് ഫ്യൂച്ചറിലേക്ക് മാറും, ഫ്യൂച്ചർ അർത്ഥത്തിലേക്ക് മാറും. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആദ്യം എഴുതി, വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതി, പിന്നെ വെർബ് എഴുതി. ആ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചറിന്റെ അർത്ഥമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്കിവിടെ നോക്കാം. നമ്മളൊരു സെന്റൻസ് പറയുകയാണ്, ദേ വിൽ സ്റ്റഡി
Montessori course. They will study Montessori course. അവര് Montessori course പഠിക്കും. I shall continue the program. ഞാൻ എന്ത് ചെയ്യും? പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. We will or we shall conduct a seminar. ഓക്കെ, അപ്പോ ഇതെല്ലാം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. I will go to Madras tomorrow. അങ്ങനെ പറയാം. I will go to Madras yesterday എന്ന് പറയരുത്, കാരണം ഫസ്റ്റ് ടൈപ്പ്. ഭാവിയിൽ നടക്കാം. I will go to Madras next week പറയാം. I will go to Madras next year പറയാം. എന്ത് വേണമെങ്കിലും പറയാം. വരാൻ പോകുന്ന സംഭവമായിരിക്കണം എല്ലാവരും. സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങളില്ലേ, അത് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ ബിൽഡ് എ ബിഗ് ഹൗസ്. ഞാൻ വലിയൊരു വീടുണ്ടാക്കും. യെസ്, അല്ല, ഐ വിൽ ബിൽഡ്, ഐ ഷാൽ ബിൽഡ് എ ബിഗ് ഹൗസ്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഐ വിൽ ബൈ ആൻ എക്സ്പെൻസീവ് കാർ. വളരെ വില കൂടിയ ഒരു കാർ ഞാൻ വാങ്ങും. യെസ്, വീണ്ടും നിങ്ങൾക്ക് പറയാം, ഐ വിൽ സെക്യൂർ എ ജോബ്. ഞാനൊരു ജോലി ഉറപ്പാക്കും. യെസ്, ഐ വിൽ പ്രൊട്ടക്ട് മൈ പാരന്റ്സ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കും. യെസ്, റാസ്മിന അങ്ങനെ റാസ്മിന ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ ഭാവിയിലെ റാസ്മിന ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന എല്ലാ കാര്യവും പറയണ്ട, ഏതെങ്കിലും ഒരായി മാത്രം പറയാം. I will complete my Montessori course. വെരി ഗുഡ് ലൈവ് എക്സാമ്പിൾ ആണ് റാസ്മിന പിടിച്ചത്. I will complete my Montessori course by the end of 2026 മാർച്ചോ ഏപ്രിലോ അങ്ങനെ പറയാം. ഞാനത് പറയണമെന്ന് നിർബന്ധമല്ല, കുറച്ചും കൂടി ഒരു ലെങ്ത് കൂട്ടിയതാണ്. ഓക്കെ, ഒരെണ്ണം കൂടി പറഞ്ഞോളൂ റാസ്മിന. I will meet my dream. I will fulfill my dream. അല്ലെങ്കിൽ I will win my dream. എന്റെ സ്വപ്നം ഞാൻ നേടും. ഓക്കെ, സൗമ്യ പറഞ്ഞോളൂ. സൗമ്യയുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹം പറഞ്ഞോളൂ. I will become a teacher. I will become a good teacher. ഞാൻ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. I will become a good teacher. ഞാൻ നല്ലൊരു ടീച്ചറായിട്ട് മാറും. Okay, Soumya, let your dream be completed. Let your dream be fulfilled. Okay. Surumi എന്തായിരിക്കും പറയുന്നത്? I will buy an oven. എനിക്ക് ഓവൻ ഇല്ല. Yes. അവിടെ കറക്റ്റ് ആണ് അത്. സുറുമിക്ക് അവിടെ ഒരു ഓവൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? I will buy an oven. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു ഓവൻ വാങ്ങും. യെസ്, ഓക്കെ. അപ്പൊ ജോഫിക്ക് എന്താ പറയാനുള്ളത്? I will വെച്ചിട്ട് I will go to the Kuwait. I will go to Kuwait. എന്നത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്? ഒരു 1 year ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട്. യെസ്, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, I will go to Kuwait within 1 year. ഒരു വർഷത്തിന്റെ ഉള്ളിൽ I will go to Kuwait. പറഞ്ഞോളൂ. Within 1 year. അല്ല, ഒരു വർഷം. Within 2 years പറയാം, 2 വർഷത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണെങ്കിലും പറയാം. ഓക്കെ, വെരി ഗുഡ്. സനീഷ. സർ പറഞ്ഞോളൂ സനീഷ. ബില്ല് വെച്ചിട്ട് വാചകം. I will buy a home. I will buy a home. ഓക്കെ. വീട് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് പണിയാനൊന്നും സനീഷയ്ക്ക് സമയമില്ല. അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കും അല്ലേ സനീഷ? യെസ്, അപ്പൊ സനീഷ എവിടെയെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടാവും. യെസ്, ഓക്കെ. ഓക്കെ, സുറുമി ബിസിയാണ് സനീഷ. അപ്പൊ പണിത് അവരെ കുറിച്ച് കറക്റ്റ് ചെയ്ത് കാശ് കൊടുക്കാൻ സാധനം മേടിച്ചിട്ട് പോയി. ഓക്കെ, സൂര്യയുടെ ഒരു ബില്ല് വെച്ചിട്ടൊരു വാചകം പറഞ്ഞു. Sir, I will write a book. I will write a book എന്നാണ് ഞാൻ ബുക്ക് വെച്ചാൽ എഴുതാൻ എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. യെസ്, ഓക്കെ. അപ്പൊ സൂര്യയുടെ ഉള്ളിൽ കിടക്കുന്ന ആ
കലാകാരി പുറത്ത് ആഡ് ചെയ്തതാണ്. സോ അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. ഐ വിൽ റൈറ്റ് എ ഷോർട്ട് സ്റ്റോറി. ഐ വിൽ റൈറ്റ് എ നോവൽ. യെസ്, ഓക്കെ. അപ്പൊ ഞാനൊന്ന് ബുക്ക് എന്നുള്ളത് മാറ്റിയിട്ട് ആ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൂര്യ. ഷംന. I will build my dream home. I will build my dream home. സനീഷ കാശ് കൊടുത്താൽ വാങ്ങിക്കണമെങ്കിൽ ഷംനയുടെ മനസ്സിൽ കിടക്കുന്ന സ്വപ്ന തുല്യമായ ഒരു വീടാണ്. അതെല്ലാവർക്കും ഉണ്ടാവും. യെസ്, ഇതൊക്കെ നമ്മൾ മറ്റു വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും മനസ്സിൽ. ഞാനൊരു വീട് വെക്കുകയാണെങ്കിൽ ഇതുപോലൊരു വെക്കും, ഇതുപോലത്തെ ഒരു സ്ഥലം വെക്കും. പക്ഷെ എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. പിന്നെ മറ്റേ സംഗതി അത് വേണ്ട, അത് എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഈ ഒരു ഹാള് ഈ മോഡലായിരിക്കണം, റൂം ഈ മോഡലായിരിക്കണം, റൂമിലുള്ള ഇന്റീരിയർ ഇങ്ങനെ ഇരിക്കണം. യെസ്, അപ്പോ ഷംനക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്ന ഭവനം ഉണ്ടാക്കാനായിട്ട് ഷംനക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പേരിയിലേക്ക് പോവുകയാണ്. ദൃശ്യ, പറഞ്ഞോളൂ ദൃശ്യ. വാട്ട് ഈസ് യുവർ ഡ്രീം ഇൻ യുവർ ലൈഫ്? യെസ്, ദൃശ്യ വരുമെന്ന് വിചാരിക്കാം. വിനീത ബി. യെസ്, അപ്പൊ അവിടെ നിൽക്കട്ടെ, വിനീത വരെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് ബാക്കിയുള്ളവർ അടുത്തത് ചോദിക്കാം. ഇനിയുണ്ട് കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്താണെന്ന് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് നാലാമത്. യെസ്, പാസ്റ്റ് പെർഫെക്റ്റ്. യെസ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ചെയ്തിട്ട് എസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് എസ് പ്ലസ് ഹാഡ് പ്ലസ് HAD ഹാഡ് പ്ലസ് വെർബ്. ആ വെർബിന്റെ ബ്രാക്കറ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നതാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. സബ്ജക്റ്റ്, പിന്നെ ഒരു ഹാഡ് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷമായി വെർബ് എഴുതാവൂ. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതിൽ മൂന്നാമത്തെ ഫോം എഴുതണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ ഗോ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഗോയുടെ പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോൺ. ആ ഗോൺ വെക്കണം. ഐ ഹാഡ് ഗോൺ, ഇതാണ് കറക്റ്റ്. ഐ ഹാഡ് ഗോൺ. യെസ്, വേറെ എക്സാമ്പിൾ നമുക്ക് പറയാം. വേറെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they had mistaken us. They had mistaken. Mistake എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. മിസ്റ്റേക്ക്, മിസ്റ്റോക്ക്, മിസ്റ്റേക്കൻ. അടുത്തത് നമുക്ക് പറയാം ഐ ഹാഡ് ഡ്രങ്ക്. DRUNK. ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഡ്രങ്ക് ടീ. ഐ ഹാഡ് ഡ്രങ്ക് ടീ. യെസ്, നിഷ ബിജു. യെസ്, അഖില. യെസ്, നിഷ സമത്. സർ അഖിലയുണ്ട് സർ. യെസ്, ഓക്കെ. ഈ സെന്റൻസ് ഇപ്പൊ ഈ പറഞ്ഞ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഉപയോഗം എവിടെയാണ് വരുന്നത് എന്ന് അഖിലക്കറിയാം? ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. യെസ്, ഒരു കാര്യം ചെയ്ത് അപ്പൊ നമുക്കത് വെന്റ് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ പോരെ? യെസ്. ഓക്കെ. അഖില, ആർ യു മാരീഡ്? യെസ് സർ. വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്സ് നെയിം? സുജിത്ത്. ആള് നല്ല കമ്പനി ആയിട്ടുള്ള ആളല്ലേ? യെസ് സർ. അപ്പൊ ഞാൻ എക്സാമ്പിൾ സുജിത്തിനെ വെച്ച് പറയാം കേട്ടോ. അഖിലയുടെ വിവാഹം കഴിഞ്ഞത് ഏത് വർഷമാണ്? 2018. അഖില 2018. ഓക്കെ, ഞാൻ അവിടെ നിൽക്കണേ കേട്ടോ. യെസ്, അപ്പൊ എല്ലാവരോടും കൂടിയാ പറഞ്ഞേ. 2018 അജിത്ത് അഖിലയെ വിവാഹം കഴിച്ചു. 2018. 2015 അജിത്ത് വേറൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. എക്സാമ്പിൾ ആണ് അഖില, വെറുതെ പറയുന്നതാണ്.
ആ കുട്ടിയുടെ പേര് ഞാനിപ്പോ തൽക്കാലത്തേക്ക് കുമാരി എന്ന് എഴുതുന്നു. കുമാരി. അപ്പൊ സിറ്റുവേഷൻ മനസ്സിലാക്കണം. 2015 ഞാൻ വിളിക്കും. 2015 അജിത്ത് കുമാരിയെ സ്നേഹിച്ചു. 2018 അജിത്ത് അഖിലയെ വിവാഹം കഴിച്ചു. 2025 ഈ വിവരം അജിത്ത് പറയുകയാണ്. പറയുന്നത് ഇങ്ങനെയാണ്, ആ വാചകം ഇതാണ്: ഞാൻ അഖിലയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുമാരിയെ സ്നേഹിച്ചിരുന്നു. സിറ്റുവേഷൻ ഇതാണ്: ഞാൻ അഖിലയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുമാരിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കില്ല? യെസ്, പറയാമോ? പറഞ്ഞോ, തെറ്റിക്കോട്ടേക്കില്ല. ഡോണ്ട് വറി, യു സ്റ്റാർട്ട്. ഒന്നുകൂടി പറയണമെന്നാ അതാണ് ഉദ്ദേശിച്ചത്. യെസ്, അഖില, ഞാൻ അഖിലയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുമാരിയെ സ്നേഹിച്ചിരുന്നു എന്ന് അജിത്ത് പറയുന്നു. എന്താണ് 2025 പറയണത്. ഈ സംഭവം ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളി അത് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയും? ഇതാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും. I love Kumari before you marrying you. അല്ലേ? ഓക്കെ, അല്ലേ? ഓരോരുത്തരോടും ഞാൻ പറയും, നിങ്ങൾ ഓരോന്നും മനസ്സിൽ വിചാരിച്ചു വെച്ചോ. ചിലപ്പോൾ ഞാൻ ആ വഴിക്ക് വന്നാലോ. യെസ്, ഇല്ല, ഞാൻ ആ വഴിക്ക് തന്നെ വന്നു. റാസ്മിന പറഞ്ഞോളൂ. റാസ്മിന എങ്ങനെ പറയും? ഈ അജിത്ത് എന്നുള്ള വേണമെങ്കിൽ മാറ്റിക്കോട്ടെ, ഇഷ്ടമുള്ള പേരൊക്കെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ അജിത്ത് പറഞ്ഞത് മാത്രം, ഇനി അത് മറന്നൊന്നുമില്ല. ഇനി നിങ്ങളുടെ മനസ്സിലതുണ്ടാവും. I had loved Kumari. I had loved Kumari before marrying you. Before marrying you. അവിടെ നിൽക്കട്ടെ. സൗമ്യയുടെ ഒരു അഭിപ്രായം കേട്ടിട്ട് 3 പേര് 1 തൊട്ട് 3 നമ്മളാണ്. യെസ്, സൗമ്യയുടെ അഭിപ്രായം കേട്ടിട്ട് എങ്ങനെ പറയാം? I had loved Kumari before our marriage. Before our marriage. Before our marriage. യെസ്. ഇന്ന് ഞാൻ ഒരാളെ വിളിക്കുന്നത് സുറുമി. അല്ലെങ്കിൽ സുറുമിക്ക് വിഷമാവും. സുറുമിയോട് റെഡിയായി നിൽക്കുകയാണ് പറയാനായിട്ട്. പറഞ്ഞോളൂ സുറുമി. I had loved Kumari before our marriage. അതന്നെ എനിക്കും പറയാനുള്ളത്. യെസ്, ഓക്കെ. ഇവിടെ നമുക്ക് ഞാൻ പറയട്ടെ ജോഫി. യെസ്, ഇവിടെ നമുക്ക് 2 സംഭവം കഴിഞ്ഞു പോയി. അതായത് അഖിലയെ കല്യാണം കഴിച്ചു എന്നുള്ളത് 2018 കഴിഞ്ഞു. കുമാരിയെ സ്നേഹിച്ചു എന്നുള്ളത് 2015 കഴിഞ്ഞു. ഈ 2 പാസ്റ്റ് ടെൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഓരോ സെന്റൻസിന്റെ അകത്ത് 2 പാസ്റ്റ് വരുമ്പോൾ അതില് ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് നോക്കണം. ഫസ്റ്റ് ഹാപ്പൻഡ്. നേരത്തെ അഖില ഇങ്ങനെ പറഞ്ഞു. യെസ്, ഓക്കെ. അപ്പൊ ആദ്യം നടന്ന സംഭവം ഈ പാസ്റ്റ് പെർഫെക്റ്റ് പറയും. രണ്ടാമത് നടന്ന സംഭവം ഇത് എങ്ങനെ പറഞ്ഞാൽ മതി? സിമ്പിൾ പാസ്റ്റ്, വെറുതെ പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് പറയാം, ബിഫോർ ഐ മാരീഡ് അഖില. ഞാൻ അഖിലയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ്. മാരീഡ് പാസ്റ്റ് ടെൻസ്. ബിഫോർ ഐ മാരീഡ് അഖില ഐ ഹാഡ് ലവ്ഡ് കുമാരി. അവിടെ നമുക്ക് നോക്കിയേ, കുമാരിയെ സ്നേഹിച്ചതാണോ അഖിലയെ വിവാഹം കഴിച്ചതാണോ ആദ്യം നടന്ന ആദ്യത്തെ വെർബ്? സ്നേഹിച്ചതല്ലേ. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് കയറി വരും. യെസ്, നമുക്ക് പറയാം, വെൻ ഐ റീച്ച്ഡ് ദെയർ. ഞാൻ അവിടെ എത്തിയപ്പോ ഷീ ഹാഡ് ഗോൺ. അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എത്തിയതാണോ അവൾ അവിടെ നിന്ന് പോയതാണോ ആദ്യം നടന്നത്? ഷീ ഹാഡ് ഗോൺ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. ഞാൻ എത്തി എന്ന് പറയുന്ന വെർബാണോ ട്രെയിൻ പോയി എന്ന് പറയുന്ന വെർബാണോ ആദ്യം നടന്നത്? ട്രെയിൻ പോയതല്ല ആദ്യം നടന്നത്. യെസ്, അപ്പൊ എനിക്ക് പറയാം, വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അതാണ് ആദ്യം ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. യെസ്, അപ്പൊ നിങ്ങൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ
അത് രണ്ട് പേഴ്സൺസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നടന്ന സംഭവത്തിനെ കൂടി ഹാഡ് അങ്ങനെ ചേർത്ത്. യെസ് ജോഫി, Yes, sir. അങ്ങനെ ഒരു വാചകം പറ. രണ്ട് സംഭവം ഉണ്ടാവണം, അല്ല ആദ്യം നടന്ന സംഭവത്തിനെ കൂടി ഹാഡ് ചേർക്കണം. യെസ്, ഒരു വാചകം നിങ്ങൾ എല്ലാവരും ആലോചിച്ച് വെച്ചോ. ഒരു സെന്റൻസ് അതിൻ്റെ അകത്ത് രണ്ട് പാസ്റ്റ് ആയിരിക്കണം, അല്ല ഒരെണ്ണത്തിന്റെ കൂടെ ഹാഡ് കൂടി ബന്ധമുണ്ട്. അത്രയുള്ളൂ. രണ്ടും കഴിഞ്ഞു പോയി സംഭവിക്കണം. My dad had ഉം. gone to California. മൈ ഡാഡ് ഹാഡ് ഗോൺ ടു കാലിഫോർണിയ. അപ്പൊ അത് സംഭവിച്ചു. അത് ഹാഡ് മാത്രമേ, പാസ്റ്റ് ടെൻസ് ഒന്നുമില്ല. Past. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? രണ്ട് സംഭവം വേണം. അതിൽ ആദ്യം നടന്ന സംഭവം കൂടി ഹാഡ് ചെയ്യണം. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കണില്ലേ? അതായത് അഖിലയെ കല്യാണം കഴിച്ചു, അത് ഒരു വെറുപ്പ്, ഒരു സംഭവം. അജിത്ത് കുമാരിയെ സ്നേഹിച്ചു, അത് രണ്ടാമത്തെ സംഭവം. അപ്പൊ രണ്ട് ഇൻസിഡന്റ് വേണം. ഇപ്പോ ജോഫി പറഞ്ഞത് കാലിഫോർണിയയിലേക്ക് ഫാദർ പോയി എന്നുള്ളത് മാത്രം വേണം. അതിന് കൂടെ വേറൊരു സംഭവം കൂടി വേണം. അപ്പൊ ഹാഡ് അവിടെ വെച്ചതുകൊണ്ട് ആ കാലിഫോർണിയയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവം വേറെ ആഡ് ചെയ്യില്ല. I had a house അതിനു മുമ്പ് പപ്പ വീട്ടിലായിരുന്നു. അങ്ങനെ ചേർത്താലോ? യെസ്, അപ്പൊ അവിടെ ഹാഡ് പറ്റൂല. മുമ്പ് ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നല്ലേ, അതിലപ്പോ ആദ്യം നടന്ന അപ്പൊ അവിടെ ഹാഡ് വരേണ്ടത്. യെസ്, അപ്പൊ നമുക്ക് പപ്പ കാലിഫോർണിയയിൽ തന്നെ നിൽക്കട്ടെ. അതിന് മുമ്പ് പുള്ളി വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് പോയില്ല, സൗദിയില്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന് മുമ്പല്ല, ശേഷം. അതിനു മുമ്പാണ് അവിടെ നിന്നത്, സൗദി നിന്നത്. ഇപ്പൊ കാലിഫോർണിയയില്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ സൗദി എടുത്ത് ആദ്യം കൊടുത്തിട്ട് കാലിഫോർണിയ എടുത്ത് മാറ്റിയിട്ട് കറക്റ്റ് ആയി. ആദ്യം സൗദി എടുത്തത്. പക്ഷെ ഇപ്പൊ പിടികിട്ടിയില്ലേ? Before my dad is Saudi. He had gone to. He had go to California. Yes, okay. അങ്ങനെ ഞാൻ തിരിഞ്ഞു പോയി. ആദ്യം പോയത് സൗദിയിലാണ്, രണ്ടാമത് പോയത് കാലിഫോർണിയ. അപ്പോ മൈ ഫാദർ വെന്റ് ടു കാലിഫോർണിയ, രണ്ടാമത് പോയത് വെന്റ് ടു കാലിഫോർണിയ. Before my father went to California, he had gone to Saudi. Okay. സംഭവത്തിലുള്ളൂ രണ്ട് പാസ്റ്റൻസ് വരുമ്പോൾ ആദ്യം നടന്ന സംഭവത്തിനെ കൂടി ആഡ് ചെയ്ത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. വെരി സിമ്പിൾ. സനീഷ, യെസ്, ആദ്യം അച്ഛൻ എവിടെ പോയിരുന്നു? സൗദിയിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് കാലിഫോർണിയ പോയത്. യെസ്, ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ബിഫോർ ഐ മാരീഡ് അഖില ഐ ഹാഡ് ലവ്ഡ് കുമാരി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞേ. എന്റെ അച്ഛൻ കാലിഫോർണിയയിൽ പോകുന്നതിന് മുമ്പ് സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതാ പറയാം. Before my father went to California. He had gone. G-O-N-E. He had gone to Saudi. കാലിഫോർണിയയിൽ പോകുന്നതിന് മുമ്പ് സൗദി. അപ്പൊ കാലിഫോർണിയയിൽ പോയതില്ല, സൗദിയിൽ പോയതിൽ ആദ്യം നടന്ന സംഭവം അവിടെ ഹാഡ് വെക്കാം. ഓക്കെ, പറഞ്ഞോളൂ രാശ്മിന. ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് ബസ് പോയി. Before I reached the bus stop, the bus had gone. Yes, the bus had gone or the bus had left.
രണ്ടും പറയാം. ഓക്കെ 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 ഓക്കെ. യെസ്, സനീഷ പറഞ്ഞോളൂ. Sir, before I met him, he had lived in Bombay. Before I met him, he had Lived in Bombay. yes, he had lived in Bombay. Yes, ഞാൻ അവനെ കാണുന്നതിന് മുമ്പ് അവൻ ബോംബെയിലാണ് താമസിച്ചത്. കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ സംഭവം പിടി കിട്ടിയല്ലോ. ഈ പാസ്റ്റ് പെർഫെക്റ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. യെസ്. അപ്പോ ഈ അങ്ങനെ രണ്ട് സെന്റൻസ്, ഓക്കെ സനീഷ, ആ രണ്ട് സെന്റൻസ് ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ഞാൻ പറയാം. ഐ ഹാഡ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ ഒരു കപ്പ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അങ്ങനെ പറയാം. ഐ ഹാഡ് മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എന്റെ സുഹൃത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും വരെയും പറയാം. രണ്ട് പാസ്റ്റ് വരികയാണെങ്കിൽ ആദ്യം നടന്ന സംഭവത്തിനെ കൂടി പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയേക്കണമെന്ന് മാത്രമേ. യെസ്, അപ്പൊ ഇവിടെ കിട്ടി. യെസ്. അപ്പോ നമ്മളിവിടെ ഇന്നിപ്പോ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അപ്പൊ 4 ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടീഷൻ സെന്റൻസിലേക്ക് കിടക്കാം. ചായ കുടിച്ചു എന്നുള്ളത് കഴിഞ്ഞ കാര്യം നമുക്ക് സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞൂടെ, ഹാഡ് യൂസ് ചെയ്യാതെ? പറയാം. രണ്ട് ഇൻസിഡന്റ് പാസ്റ്റിൽ വരുമ്പോൾ മാത്രം ഇത് എടുത്താൽ മതി, ഹാഡ് എടുത്താൽ മതി. അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. ഐ ഡ്രാങ്ക് എ കപ്പ്. യെസ്, ഓക്കെ. രണ്ടും രണ്ട് അർത്ഥമാണ് രാസ്മിന. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ ഞാൻ ചായ കുടിച്ചു. ഐ ഹാഡ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ. ഓക്കെ സുറമി, ഐ ഹാഡ് എ കപ്പ് ഓഫ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, രണ്ടും രണ്ടർത്ഥമാണ്. ഓരോ ടെൻസിലും വരുന്ന വാക്കുകൾക്ക് അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം. ഒരു എക്സാമ്പിൾ പറയാം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ കുടിക്കുന്നു എന്നർത്ഥം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ കുടിച്ചു. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കുടിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കുടിക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കുടിക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ കുടിക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ കുടിച്ചു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കുടിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കുടിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു. അങ്ങനെ ഒരൊറ്റ വേർഡാണ്. അത് ഓരോ ടെൻസിൽ വരുമ്പോൾ ഓരോ അർത്ഥം. അപ്പൊ നമ്മൾ ആ ഡ്രിങ്ക് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാക്കാണ് ചേർക്കാം. ഓടുക എന്നോ ചാടുക എന്നോ ചേർക്കാം. ടെൻസ് മാറുന്നതനുസരിച്ച് സർ, ഞാനത് മനസ്സിലാക്കിയത് പറയട്ടെ. ഈ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചായന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരാൾ ചായ കുടിക്കുമ്പോൾ വീണ്ടും ചായക്ക് ക്ഷണിക്കുകയാണ്, ഞാൻ മുന്നേ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ചോദ്യവും ഹാഡ് വെച്ച് ഡിഡ് യു ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ ഡ്രാങ്ക് ടീ എന്ന് പറയാവൂ. നേരെ പറ്റി ഹാഡ് യു ഡ്രാങ്ക് ടീ എന്ന് പറഞ്ഞാൽ യെസ് ഐ ഹാഡ് ഡ്രാങ്ക് മൈ ടീ. കണ്ടോ? കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതായത് രാസ്മിന വീട്ടിൽ നിന്ന് പോകുന്നത് കാണുമ്പോ എനിക്ക് ചോദിക്കാം എവിടെ പോകുന്നു എന്നത് ചോദിക്കാം. രാസ്മിന വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോ ഞാൻ എവിടെ പോകുന്നു എന്ന് ചോദിക്കോ? എവിടെ പോയി ചോദിക്കണ്ടേ? കണ്ടാ? നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്ന? യെസ് ഐ ഹാഡ് ഡ്രങ്ക് ടീ. നിങ്ങൾ ചായ കുടിച്ചോ? യെസ് ഐ ഡ്രാങ്ക് ടീ. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വെരി ഗുഡ്. യെസ്. ഇനി ഒരു ടെൻസ് കൂടി നമുക്ക് നോക്കാം. എനിക്ക് 1, 2, 3, 4, 5ാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് അതിന്റെ ഇടയിൽ എഴുതിക്കോ എസ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വില്ല് ഒരു സ്ലാഷിയുടെ ഷാല്, വിൽ ഓർ ഷാല് പ്ലസ് ഹാവ് HAVE ഹാവ് പ്ലസ് വെർബ് വി, വെർബ് എന്ന് പറയുന്നത് വി എന്നാണ്, വി ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് പറയാം. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് ചേർക്കുന്നു, പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോർത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. ദേ സബ്ജക്റ്റ്, വിൽ ഉപയോഗിച്ചു, ഹാവ് ഉപയോഗിച്ചു, ദേ വിൽ ഹാവ് ഗോൺ,
Go എന്നുള്ളൊരു possible. They will have gone to Madras tomorrow. അപ്പോ they will have taken it. You will have read the novel. അപ്പൊ അതിന്റെ അർത്ഥം വന്നത് ഇപ്പൊ റീഡ് എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾ നാളെ പോയിട്ടുണ്ടാകും. യു വിൽ ഹാവ് ഗോൺ. നിങ്ങൾ നാളെ പോയിട്ടുണ്ടാകും. നിങ്ങൾ നാളെ അവിടെ പോയിട്ടുണ്ടാകും. യു വിൽ ഹാവ് ഗോൺ ദയർ. അപ്പൊ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലിങ്ങനെ വിചാരിക്കുക. സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാല് വേണം, ഹാവ് വേണം, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സൗമ്യ ഉദയകുമാർ. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ സ്വന്തമായിട്ട് പറഞ്ഞ്. We will go for a picnic. ഒന്നുകൂടി പറ, ക്ലിയർ ആയില്ല, ഭയങ്കര എക്സോ. We will go for a picnic. We will go for a. We will have go. We will go. Have gone. Okay. Lini, where number you? Ketla sir. Okay. Yes. Lini Thomas. Yes. Will have the future perfect in the way example of Lini. സർ ഞാനിപ്പോ കേറിയിട്ടുള്ളൂ, ഒന്നും മനസ്സിലായിട്ടില്ല. യെസ്, ഇപ്പൊ ചോദിക്കട്ടെ. യെസ്, നിഷ. ഫോർ എക്സാമ്പിൾ പറയും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ. I will have written a book. Very good. I will have written a novel. I will have written a short story. എന്തുകൊണ്ടല്ലോ അഖില, വേറെ എക്സാമ്പിൾ പറഞ്ഞേ. We will have take dress for Onam. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ ടേക്കിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയാണ്, അതൊന്ന് കറക്റ്റ്. ടേക്കൺ ആണോ സർ? ടേക്കനാണ് മൂന്നാമത്തെ ഫോം. കറക്റ്റ് എന്ന് പറഞ്ഞു. We will have taken dress for on. We will have taken dress for Onam by the end of next Sunday. അടുത്ത സൺഡേയുടെ അവസാനത്തോടു കൂടി ഓണത്തിനുള്ള ഡ്രസ്സുകൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, കറക്റ്റ്. അപ്പൊ പിടികിട്ടിയല്ലോ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് 5 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. 5 ഇനി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പോഴുള്ള ഈ സാധനം പഠിക്കാൻ വേണ്ടിയിട്ട്, കണ്ടിന്യൂസ് സെന്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മതി. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും ഈ സമയം വരെ ഞാൻ പറഞ്ഞത് യു വിൽ ഹാവ് ഗോൺ ദാറ്റ് ഷോപ്പ്, വി വിൽ ഹാവ് ചേഞ്ച് ദ ഹൗസ്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, ഇത്രയും ഞാൻ പറഞ്ഞത് ഈ കണ്ടീഷണൽ സെന്റൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ശരിയാക്കിയതാണ്. ഇനി നമ്മൾ കണ്ടീഷണൽ സെന്റൻസിലേക്ക് വലതുകാലം വെച്ച് കയറുകയാണ്. യെസ്, അപ്പൊ ഇനി ഞാൻ പറയുന്നതാണ് കണ്ടീഷണൽ സെന്റൻസ്. പരീക്ഷയ്ക്ക് വേണ്ടി ചോദ്യം ഇനി ഉള്ളതില്ല. ഞാൻ പറയുന്നത് വാചകം എഴുതിക്കും. If you okay Rasmia, if you work, if you study well, you dash. If you study well, you dash. Okay. ഞാനൊരു വാചകം കൂടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വാചകമാണ്. നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും വേണ്ട, നമ്മുടെ മകൻ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സുറുമിയോടെ നമ്മുടെ മകനോ മകളോ 10ലേക്കായി വിചാരിക്കും. അതായത് 9ൽ നിന്ന് ജയിച്ച് 10ലേക്കായി, പക്ഷെ 10ലെ ക്ലാസ് ആരംഭിച്ചിട്ടില്ല. ഓക്കെ രാസ്മിന. അപ്പോ നമുക്ക് 10ലേക്കായി. അപ്പൊ അവന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം, പുത്രന്റെ അല്ലെങ്കിൽ പുത്രിയുടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത്, നീ പഠിക്കുകയാണെങ്കിൽ ബുദ്ധിയൊക്കെ നമുക്കറിയാം, പക്ഷെ പഠിക്കൂല. നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, നല്ല ആഞ്ഞ ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം,
പക്ഷെ പഠിക്കുന്ന കാര്യത്തിലുള്ള ബുദ്ധി. അപ്പൊ അതുകൊണ്ട് ബുദ്ധിയില്ല നമുക്ക് പറയാൻ പറ്റില്ല, ബുദ്ധിയുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ 10ലേക്ക് ആയപ്പോ നമ്മൾ അവനോട് പറയാണ്, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. കാരണം നമുക്ക് ബുദ്ധിയില്ല. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്. ഇതാണ് കറക്റ്റ്. യു വിൽ പാസ്ഡ് അല്ല, യു വിൽ പാസ്. യു വിൽ പാസ്. അതുകൂടെ യു വിൽ പാസ്. ഓക്കെ, നമ്മളിവിടെ എഴുതിയേക്കുന്ന വാചകം ഇതാണ്. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. ഓക്കെ, ഷംന. അപ്പൊ ഈ ഒരു വാചകമല്ലേ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്നുള്ളത് എവിടുന്ന് എവിടം വരെയാണ് മെയിൻ ക്ലോസ്, എവിടുന്ന് എവിടം വരെയാണ് സബോർഡിനേറ്റ് ക്ലോസ്? പറയാം. Main clause. If you study well. If you study well എന്നുള്ളത് മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ്. പിന്നെ you will pass എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് അല്ലേ? ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ചു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദൃശ്യ, മേരി ദൃശ്യ, സാർ ഷംനയുടെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ? യോജിപ്പില്ല സാർ, ഞാൻ പറയട്ടെ. യോജിപ്പുണ്ടെന്നാണ് വിയോജിപ്പാണെന്നാണ്? ഇല്ല, രണ്ടുമില്ലേ? അല്ല യോജിപ്പില്ല. യോജിപ്പില്ല. ഓ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാക്കാൻ എനിക്ക് അറിയില്ല. ഇഫ് യു സ്റ്റഡി വെൽ സബോർഡിനേറ്റ് ക്ലോസ്, യു വിൽ പാസ് മെയിൻ ക്ലോസ്. അപ്പൊ നേരത്തെ ഷംന പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു അല്ലേ? ഷംന ഏതാണോ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞത് അത് സബോർഡിനേറ്റ് ക്ലോസും, ഷംന ഏതാണോ സബോർഡിനേറ്റ് ക്ലോസ് അത് മെയിൻ ക്ലോസും. അത് മാറ്റി പറഞ്ഞു. ഷംന അർത്ഥം നോക്കിയാൽ മിസ്റ്റേക്ക് പറ്റിപ്പോയി. ദൃശ്യ പറഞ്ഞാണ് കറക്റ്റ്. നോക്കിയേ ഷംന, നോക്കിയേ. ഇഫ് യു സ്റ്റഡി വെൽ, നീ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് ബാക്കി നമ്മൾ പറയാതെ പോയാൽ അതിന്റെ അർത്ഥം പൂർത്തിയാവും ഷംന? ഇല്ല. ഇല്ല. യെസ്. അപ്പോ അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അത് പറയാതെ ബാക്കി നമ്മൾ പറയണേ യു വിൽ പാസ്, നീ പാസ്സാകും, അത് മെയിൻ ക്ലോസ് ആണ്. യെസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതെന്ത് കാര്യമാണെന്നുള്ളത് ഞാൻ വീണ്ടും ആരോട് ചോദിക്കാണ്? സനീഷ കെ പി. ഇതിനകത്ത് ആദ്യത്തെ ഒരു സംഗതി, അതായത് ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് പെർഫെക്റ്റ്, ആ 5 എണ്ണത്തിൽ ഏത് ടെൻസിൽ വരും എന്ന് പറയാമോ? ഏത് ടെൻസിൽ വരും? If you study well, അത്രേ വേറെ മറ്റൊന്നില്ല. If you study well. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എങ്ങനെ മനസ്സിലായി? സിമ്പിൾ പാസ്റ്റ് ആണ് അതില് സബ്ജക്റ്റും പിന്നെ വെർബിന്റെ V1 ഫോം ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. സാരി സിമ്പിൾ പ്രസന്റ് അങ്ങോട്ട് മാറ്റി പറയാണ്. യെസ്, പറഞ്ഞു മാറിപ്പോയില്ല. സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. അതെങ്ങനെ സനീഷിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് യു സബ്ജക്റ്റ് ആണ്, സ്റ്റഡി പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബാണ്. അപ്പൊ നമുക്ക് പറയാം തന്നിരിക്കുന്ന വാചകത്തിന്റെ കണ്ടീഷണൽ സെന്റൻസിലെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ യു വിൽ പാസ് എന്ന് പറയുമ്പോ രാസ്മിന ഏത് ടെൻസ് ആയിട്ട് വരും? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. യെസ്. അപ്പൊ നമുക്ക് ഇതൊരു കോമ്പിനേഷൻ, ഒരു ധാരണയിലെത്താൻ പറ്റും.
തന്നിരിക്കുന്ന വാചകത്തിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് മെയിൻ ക്ലോസ് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അതേ ആകാവൂ, മാറി വന്ന തെറ്റാണ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ആ വിൽ എന്നുള്ളതിന് പകരം ഷാല് വന്നാലും കുഴപ്പമില്ല, ക്യാൻ വന്നാലും കുഴപ്പമില്ല, മേ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇത്രയും വാക്കുകൾ കൂടി വരാം. വില്ലെന്നുള്ളതിന് പകരം ഷാല, വില്ലെന്നുള്ളതിന് പകരം വുഡ് വരരുത്. ഷാലായാലും കുഴപ്പമില്ല, പക്ഷെ ഷുഡ് വരരുത്. ക്യാൻ ആയാലും കുഴപ്പമില്ല, പക്ഷെ കുഡ് ആവരുത്. മേ ആയാലും കുഴപ്പമില്ല, പക്ഷെ മൈറ്റ് ആവരുത്. അതൊക്കെ അതിന്റെ പാസ്റ്റ് ആണ്. അപ്പൊ അത് ഉപയോഗിക്കരുത്. അപ്പൊ എന്തൊക്കെ വരാം? യു വിൽ പാസ് എന്ന് പറയാം, യു ക്യാൻ പാസ് എന്ന് പറയാം, യു മേ പാസ് എന്ന് പറയാം, യു ഷാൽ. യുവിന്റെ കൂടെ ഷാല് വരില്ല, അവിടെ ഐ ആണെങ്കിൽ ഷാല് വരും. അപ്പോ വിൽ എന്നുള്ളതിന് പകരം ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം. ഇത്രയും വാക്കുകളൊക്കെ അതിന്റെ കൂടെ വരാം. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, പിടികിട്ടിയല്ലോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു വാചകം പറയുന്നു, നിങ്ങൾ അത് ഫില്ല് ചെയ്യണം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ 15 പേരുണ്ട്. 15 പേർക്ക് 15 സൈസിൽ കിട്ടുന്ന വാചകം. യെസ്, എഴുതിക്കോ. If it rains, R-A-I-N-S, rains, comma, dash. ഇത്രയും പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പൂരിപ്പിക്കാം. പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് വന്നിരിക്കുന്നത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പുറത്ത് വില്ലുണ്ടാവണം, അല്ലെങ്കിൽ ഷാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ക്യാൻ ഉണ്ടാവണം. ആ രീതിയിലെ വരാവോ അപ്പുറത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പൂരിപ്പിച്ചോളൂ. മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിച്ചു. ഓരോരുത്തർക്കും അവരവരുടെ ഭാവനക്ക് അനുസരിച്ച് പോയി. ഓക്കെ, സുറിമിയുടെ പറഞ്ഞോളൂ ആൻസർ. If it rains, hot may decrease. നോക്കിയാൽ വില്ല് എവിടെ വന്നേക്കണം നമ്മളെ? May ചേർത്തു. May. It may. Hot may decrease. May. ഹോട്ടാണ് അല്ലേ? ശരി. ഓക്കെ, സുറിമി കുഴപ്പമില്ല. അടുത്തത്. If it rains, we will wet. We will wet. നല്ല സെന്റൻസ് ആണ് കേട്ടോ. If it rains, we will wet. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ നനയും. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ ഇടുന്നില്ല. യെസ്, കറക്റ്റ്. If it rains, I can play. Yes. If it rains, I can play. മഴയാണെങ്കിലാണ് പുറത്തു പോയി കളിക്കാനായിട്ട് ഇഷ്ടം. ഓക്കെ. If it rains, children will. കറക്റ്റ് ആണ്. Children will bath rainwater. If it rains, children will bath in rain. അല്ലെ? മഴയത്ത് അവർ എന്ത് ചെയ്യും? കുളിക്കും, പോകും. ഓക്കെ, കറക്റ്റ്. യെസ്. If it rain, you will get wet. You will get Wet. Correct. ഓക്കെ. ഈ രശ്മിന, ഗെറ്റ് വെറ്റ് ആണ് കറക്റ്റ് വേർഡ് കേട്ടോ. ഗെറ്റ് വെറ്റ്, നനയുക എന്നുള്ളത് ഗെറ്റ് വെറ്റ്. യെസ്. അപ്പൊ യു വിൽ ഗെറ്റ് വെറ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അത് അങ്ങനെയേ വരാവൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മക്കളാരെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സാധനം കാണാം. ഒരു ഡാഷ് ഇട്ടിട്ടേ ഒരു സെന്റൻസിൽ കുറച്ച് കൂടുതൽ ഡാഷ് ഇട്ടിട്ടുണ്ടാവും. അവിടെ വൈകിട്ട് കയറി വരുന്ന നിയമം ഇതാണ്. ഈ സാധനമാണ്, ഈ നിയമമാണ് കയറി വരുന്നത്. വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുമോ? യെസ്. ഓക്കെ. സംശയം ചോദിച്ചോട്ടെ, ഗെറ്റ് വെറ്റ് എന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാ ഗെറ്റ് വെറ്റ് എന്ന് വരുന്നേ? ആ ഫ്രേസ് പോലെയാണ് അത് വരുന്നത്. ഗെറ്റ് വെറ്റ്, നനയുക. ഗെറ്റ് വെറ്റിടുന്നല്ല,
അപ്പൊ നനഞ്ഞു ഗോട്ട് വെറ്റ്. ഗെറ്റ് വെറ്റ് എന്ന് പറഞ്ഞാല് നനയും. നിങ്ങൾ യു വിൽ ഗെറ്റ് വെറ്റ്, നിങ്ങൾ നനയും. യെസ്, ഗെറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട്, നനഞ്ഞു. അടുത്തേക്ക്, ഇഫ് യു eat ate, lot of fast food, comma dash. Okay, if you eat, നിങ്ങൾ തിന്നുകയാണെങ്കിൽ, lot of fast food, ധാരാളം ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ചെയ്തു. I feel sick. I will sick. Sorry, I will feel sick. ഇപ്പൊ കറക്റ്റ്. I will be sick. ഇപ്പൊ കറക്റ്റ്. സർ യു പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഐ ചേർക്കാൻ പറ്റും. ആണെങ്കിൽ എന്നല്ലേ, നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരും, അങ്ങനെയല്ലേ പറയാം. ലിനി പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാനത് പറയാൻ വന്നപ്പോഴേക്കും ഷംല കയറി പറഞ്ഞു. വെരി ഗുഡ്. അതായത് ലിനി പറഞ്ഞത് ഇഫ് യു ഈറ്റ് ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഐ വിൽ ബി സിക്ക് എന്നല്ല പറഞ്ഞത്. I will get sick. അല്ല, നീ കഴിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ അസുഖം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ ഒരു ചെറിയൊരു കല്ല് കടിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഐ എന്നുള്ളത് മാറ്റിട്ട് യു തന്നെ ആക്കിക്കോ. അപ്പൊ കറക്റ്റേ. ഇപ്പഴല്ലേ കുറച്ചുകൂടി ഭംഗിയായത്. അതെ ശരിയാ. സംഗതി കറക്റ്റ് ആയിരുന്നു. ഞാൻ ആ ഗ്രാമർ കറക്റ്റ് ആണോ നോക്കിയത്. അതിന്റെ ഇടയ്ക്ക് ഒരു വേർഡ് ചേഞ്ചിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ. അപ്പൊ ഷംന, വെരി ഗുഡ് ഫോർ യുവർ ഒബ്സർവേഷൻ. Sir, you will go again wait. You may. Hello. പറഞ്ഞോളൂ. You will gain weight. ആ വെയിറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഒരു മോർ എന്നും കൂടി ചേർത്തു. Wait more. You will wait more എന്ന് പറയാം. You will gain weight more. ഗെയിൻ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മോറ് ആ വെയിറ്റിന് മുന്നിൽ ചേർക്കും. വെയിറ്റിന് മുമ്പേ ചേർക്കണം. You will gain more weight. You will gain more weight. ധാരാളം weight. Yes. അല്ലെങ്കിൽ you will get fat. Yes. Okay, so okay. You will get fat. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിപ്പിച്ചോ. If you eat lot of fast food, നീ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, you may unhealthy. You will be unhealthy. Will be ആയിരിക്കണം കേട്ടോ. You will be. കാരണം വില്ല് വന്നതിന് ശേഷം ഒരു പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വന്നു. അതാണ് ബി. ബി ആയിരിക്കുക എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. You will be unhealthy. സർ ഇങ്ങനെ വരൂ, you will become obese. Yes, correct. Become, BECOM, നിങ്ങൾ ആയിത്തീരും. കറക്റ്റ്. യെസ് സർ, ഈ ബി എല്ലാടെയും ചേർക്കണം നിർബന്ധമുണ്ടോ? ഇങ്ങനെ വന്നില്ല ചേർക്കണം. ഇപ്പൊ ലിനി പറഞ്ഞാലും അതാണ് ചേർത്തത്, ബി വന്ന്. അത് വില്ല് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വേണം. ഓക്കെ ദൃശ്യ. യു വിൽ ബി ഇൻ മോർ, ഒരു ഇന്നും കൂടി ചേർക്കാം. ഓക്കെ. ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ നമ്മളിപ്പോ കുട്ടികളോട് സ്കൂളിലാക്കിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ മക്കളോട് നമ്മൾ പറയും, നല്ല കൊച്ചായിരിക്കുന്നുണ്ട്, ബി ഗുഡ്, ബി ഗുഡ്. യെസ്. നിങ്ങൾ കല്യാണം ചെയ്ത് വീട്ടിലേക്ക് പോരാൻ നേരത്ത് അച്ഛൻ പറഞ്ഞില്ലേ, അനുസരണമുള്ളവളായിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോലൊന്നും കാണിക്കരുത്. ബി ഒബീഡിയന്റ്, ബി ഒബീഡിയന്റ്. യെസ്. ബി ഹെൽത്തി, ആരോഗ്യം ശ്രദ്ധിക്കണം. ഇനി എന്തെങ്കിലും സാഹസിക പ്രവർത്തികൾക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരോട് നമ്മൾ ബി കെയർഫുൾ. അവിടെ ബി ആയിരിക്കുക, കെയർഫുൾ ആയിരിക്കുക.
യെസ്. അപ്പൊ ഇവിടെ വിൽ ബി എന്ന് പറയുമ്പോ ആയിരിക്കും. യെസ്. ഇനി ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ആദ്യത്തെ വാചകം, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളത് ഞാൻ പറയുകയും ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുകയും ചെയ്തു. ഇനി അത് മാറ്റി പിടിക്കണം. ആദ്യം ഒരു ഡാഷും ബാക്കിയുള്ളത് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ സിമ്പിൾ പ്രസന്റ് ഫില്ല് ചെയ്യണം. ഇരിക്കും ഡാഷ് ഡാഷ് കോമ കോമ I will take a taxi. Dash, comma, I will take a taxi. Okay. ആദ്യം എന്തോ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ബാക്കിയാണ് പറയുന്നത് ഐ വിൽ ടേക്ക് എ ടാക്സി. ഞാൻ ഒരു ടാക്സി വിളിക്കും. അപ്പൊ ഇപ്പുറത്ത് എന്ത് ചെയ്യണം? ബില്ല് ഇപ്പുറത്ത് വന്നേക്കല്ലേ, അപ്പൊ ഇപ്പുറത്ത് പ്രസന്റ് ടെൻസ് ആയിരിക്കണം, എന്നാലാണ് യോജിക്കുള്ളൂ. യെസ്. പ്രസന്റ് ടെൻസ് വരുന്ന രീതിയിലുള്ള ഒരു വാചകം നിങ്ങൾ ഫില്ല് ചെയ്തോളൂ വെച്ചിട്ട്. പറഞ്ഞോളൂ സോൾവ്. If you are not come correct time, I will take a taxi. If you are not coming on time എന്ന് പറയും. If you are not coming on time. Yes. If you are late, I will If you are late, I will take a taxi. If you are late, I will take a taxi. Yes. If I am late, I will take a taxi. If I am late, I will take a taxi. ഇവിടെ ആമിന്റെ വേർഡോട് വിട്ടുപോയിട്ടുണ്ട്. If I am late. Okay. If I am late, I will take a taxi. Yes. ബസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ടാക്സി വിളിക്കും. പറഞ്ഞേ. If I miss the bus. Okay, very good. If I miss the bus. കണ്ട, അപ്പൊ ആമി സാർ ഒന്നും വേണ്ട, കറക്റ്റ് ഒരു വെർബോടെ കിട്ടി. Yes. If I miss the bus, I will take a taxi. അല്ലെങ്കിൽ നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ടാക്സി വിളിക്കും. If you come with me. If you come with me, I will take. If you are sick, I will. Okay, this is correct ആണ്. നിനക്ക് സുഖമില്ലെങ്കിൽ ഞാൻ ഒരു ടാക്സി വിളിക്കും. Yes. Okay, very good, very good. If my car is breaking down, if my car is breaking down, I will okay, take okay. a taxi. Car is breakdown, I will take a taxi. Correct ആണ്, correct ആണ്. Yes. പിടികിട്ടിയല്ലോ, സിമ്പിൾ ആണല്ലോ. ഒരെണ്ണോടെ അങ്ങനത്തെ എഴുതിക്കോളൂ. ആദ്യം ഡാഷ് കോമ അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ജോഫി. ബസ് കഴിഞ്ഞ ശേഷം ബ്രേക്ക് പ്രസന്റൻസ് ആണ്. ഒരു എസും കൂടി ചേർക്കണം. ബ്രേക്സ് ആണ്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ വാചകം ഡാഷ് കോമ and എഴുതിക്കോ. We will win. We will W-I-L-L will win W-I-N win the match. M-A-T-C-H match. We will win the match. നമ്മൾ കളി ജയിക്കും. If you practiced well, we will win the match. If you practice well. Practice. Okay, correct. If we If work I hard, play well, ആരാണ് വായിക്കണേ? സൗമ്യ പറഞ്ഞോളൂ ആദ്യം. if we work hard, we will win. Yes, correct ആണ്. Okay, സനീഷ, ലിനി പറഞ്ഞോളൂ. ലിനിയുടെ if I play well, we will win the match. ഞാനാണ് മാസ്റ്റർ പീസ്. ഞാൻ മര്യാദ കളിച്ചാൽ നമ്മൾ ജയിക്കും. ഞാൻ മര്യാദ കളിച്ചില്ലേ കളി ജയിക്കില്ല. വെരി ഗുഡ്. Yes. If you take more effort, we will win the match. Okay. If you take more, okay, says Sanisha, correct. If you take more effort, we will win. നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ച് നമ്മൾ ജയിക്കും. ഷംന പറഞ്ഞോളൂ.
ഞാനാണ് സാർ ഇപ്പൊ പറഞ്ഞത്. If you take more effort, we will win the match. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ പറയാം സാർ. ഓക്കെ. If we apply correct strategy, we will win the match. If we apply correct strategy, we will win the match. Okay, correct ആണ്. Yes, ഭയങ്കര ഹൈടെക് ആയി പോയാലും സുഖമി. യെസ്, ഓരോ കളിക്കും അതിൻ്റെതായ സ്ട്രാറ്റജി ഉണ്ടാവില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഞാനിപ്പോ ഇന്ന് പറഞ്ഞത് കണ്ടീഷണൽ സെന്റൻസിൽ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മെയിൻ ക്ലോസ് ഏത് ടെൻസിലേക്ക് മാറ്റണമെന്നുള്ളതാണ്. അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ ബാക്കിയുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സൈനിങ് ഔട്ടോ ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ സനീഷ, സോ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് ഇറ്റ്. നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ടെൻസിന്റെ സ്ട്രക്ചർ ഓക്കെ സനീഷ, അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ Kind of it, sir. എന്നാ പറഞ്ഞോളൂ. The two frogs, a small story. The two frogs. Two frogs fall into a pot of cream. One gives up and drowns. The other keeps kicking and turns the cream into butter to escape. Moral of the story is perseverance pays off. Thank you, sir. ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടികൾക്കായിട്ടുള്ള യേശുദാസിന്റെ ഒരു ഓണപ്പാട്ടുണ്ടായിരുന്നു കുട്ടികളുടെ. അതിൻ്റെ അകത്ത് ഈ കഥയുണ്ട്. ഇപ്പൊ പറഞ്ഞ സ്റ്റോറി, രണ്ട് തവളകൾ തുള്ളിക്കളിച്ച് കിണറ്റിൽ വീണു എന്നൊക്കെ പറഞ്ഞ തരങ്കിണി കാസറ്റ് പണ്ടിറക്കിയ ഒരു തരങ്കിണി പഴയൊരു കാസറ്റ് ഉണ്ടായിരുന്നു. സാർ, ഞാൻ ഈ കഥ ഒരു തവണ വായിച്ചു. അപ്പൊ സാർ AJ ക്രോണിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ വീണ്ടും ഈ കഥ വായിച്ചത്. യെസ്, അപ്പൊ അത് പറഞ്ഞില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആദ്യം പറഞ്ഞാൽ AJ ക്രോണി. ഓക്കെ, ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് അത് സമയം കിട്ടില്ല. 1:30 മറ്റേ MT14 MT12 ഉണ്ട്. അപ്പൊ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഉള്ളൂ. അരമണിക്കൂറിനുള്ളിൽ റെഡിയാവും. അപ്പോ അടുത്ത ക്ലാസ് ഓക്കെ. Thank you. ഓക്കെ. Thank you, sir.